യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം 7 വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ ധന്യനാമം മഹത്വപ്പെടുവാനും കർത്താവിലൂടെ അനുഗ്രഹീതരായി തീരുവാനും ഒരു ദിനത്തിൻ്റെ പ്രഭാതം കൂടെ നാഥൻ തരുമ്പോൾ ദൈവനാമം മഹത്വപ്പെടട്ടെ. സർവശക്തൻ, സർവവ്യാപി, സർവസു ദൈവം ആയിരിക്കെ സമ്പൂർണ്ണ ആശ്രയം ദൈവത്തിലായി തീരുമ്പോൾ, യഹോവയിലായി തീരുമ്പോൾ, പുത്രനായ യേശുവിലായി തീരുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ആയിത്തീരുമ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കുന്ന സാന്നിധ്യമായി മാറുന്നു. അങ്ങനെ യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ, യഹോവ മാത്രം ആശ്രയമായിരിക്കുന്നവർ ഈ ലോകത്തിലെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ കർത്താവ് മാത്രം സമ്പത്തായാൽ അവൻ നമ്മെ സകല വ്യാകുലതകളിലും സകല വേദനകളിലും അസ്വസ്ഥതകളിലും കുറവുകളിലും ബലഹീനതകളിലും കൂടെ ഇരുന്ന് കാക്കുമാറാക്കുന്നവനായി നമ്മോട് കൂടെ ഉണ്ടാകും. ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാനും എപ്പോഴും കർത്താവിൽ ആശ്രയം വെച്ചുകൊള്ളുവാനും കർത്താവിൻ്റെ ദയ നമ്മെ ചുറ്റിക്കൊള്ളുന്ന അനുഭവം കൊണ്ട് ധന്യമാകുവാനും ജീവിതയാത്ര ദൈവാശ്രയത്താൽ അനുഗ്രഹീതമാകുവാനും കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഭരിച്ചു നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ജീവിത യാഥാർത്ഥ്യങ്ങളോട് താതാത്മ്യപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനാൽ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആശ്രയം അങ്ങിലാകുമ്പോൾ, ഞങ്ങൾ തന്നെ അങ്ങിലാകുമ്പോൾ, ഞങ്ങൾ അങ്ങയിൽ ലയിച്ചു ചേരുമ്പോൾ അങ്ങ് ഞങ്ങളെ ഭാഗ്യമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നുവല്ലോ. ആ ഭാഗ്യകരമായ അനുഭവങ്ങളാൽ അനുഗ്രഹീതരാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്നും ഞങ്ങൾ അങ്ങയുടെ ഉള്ളങ്കയിലെ വസ്തുവായിട്ട് ഞങ്ങൾ മാറട്ടെ. ഉള്ള എല്ലാം അറിയുന്ന പിതാവ്, ഗ്രഹിക്കുന്നവനായ പിതാവ്, ഞങ്ങളുടെ ഉള്ളങ്കയിലെ വസ്തു എന്ന പോലെ കരുതുന്ന കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു. ബലഹീനതകളിലും കഷ്ടങ്ങളിലും സങ്കടങ്ങളിലും അഭയാചനകളിലും രോഗാതുരമായ അനുഭവങ്ങളിലും ദാരിദ്ര്യ ബുദ്ധിമുട്ടുകളിലും സാമ്പത്തിക പ്രതിസന്ധികളിലും ജീവിതത്തിൻ്റെ ഏകാന്തതകളിലും അങ്ങ് ഞങ്ങൾക്ക് സമീപസ്ഥനാകിയാൽ സ്തുതിക്കുന്നു. അങ്ങയിലുള്ള ആശ്രയത്താൽ ഭാഗ്യകരമായ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പരിപാലിക്കപ്പെടുവാൻ, ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ തലമുറകളുമൊക്കെ സംരക്ഷിക്കപ്പെടുവാൻ, യേശു രക്ഷകനെന്ന് തിരിച്ചറിയുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യത്താൽ വിജയപ്പെടുവാൻ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ അങ്ങ് അനുഭവിച്ചറിയട്ടെ. അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. സ്വർഗീയ സംസർഗത്തിന് ഞങ്ങൾ ഓഹരിക്കാരാക്കി തീർക്കണമേ. അങ്ങ് ബലവാനായി, സർവശക്തനായി, സർവസ്വമായി അങ്ങ് ഞങ്ങളോട് സഹവസിക്കണമേ. സ്വർഗീയ ഭാഗ്യത്തിന് ഓഹരിക്കാരായി തീരുവാനിട വരുത്തണം. സ്വർഗീയ നന്മ കൊണ്ട് അനുഗ്രഹീതരാകുവാൻ സഹായിക്കണമേ. സ്വർഗീയ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമെന്നുള്ള പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം, സഹവാസം, കൂട്ടായ്മ നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിത യാത്രയ്ക്കും ഇന്നും വന്ന് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.